Hi students, how are you? Welcome to our SS online class. Are you ready for the class? Today we are discussing about the third chapter in our politics. Name is How the Government Works. നമ്മൾ ഗവൺമെൻറ് എങ്ങനെയാണ് പീപ്പിൾസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Are you ready for the class? Okay, let's start our class. Chapter 3 How the Government Works. How the state government works. Last year we discussed the fact the government works at 3 level. Already discuss fact the government works at 3 level. എത്ര ലെവലിലാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്? 3 level. Local, state and national. ഏതൊക്കെയാണ് 3 levels? Local, state, national. And looked at the work of local government in some detail. എന്താ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ വർക്ക് സം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇൻ ദിസ് ചാപ്റ്റർ വി എക്സാമിൻ ദ വർക്ക് ഓഫ് ദി ഗവൺമെൻറ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആർ യു റിമെമ്പർ ദാറ്റ്? ഓൾറെഡി വി ഡിസ്കസ്ഡ് ദ ഫാക്ട് ഓഫ് ദി ഗവൺമെൻറ് വർക്ക്സ് 3 levels. ഫാക്ട് ഓഫ് ദി ഗവൺമെൻറ് വർക്ക്സ് 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ് ഏതാണ്? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ. ആൻഡ് ദെൻ വർക്ക് ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഇൻ സം ഡീറ്റെയിൽ അല്ലേ? ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ വർക്ക്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ ദാറ്റ്? ദെൻ നെക്സ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ വി എക്സാമിൻ ദ വർക്ക് ഓഫ് ദി ഗവൺമെൻറ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? അറ്റ് ദ വർക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിൽ ഗവൺമെൻറ്റിൻ്റെ വർക്ക് റോള് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ഡസ് ടേക്ക് പ്ലേസ് ഓഫ് ഇൻ എ ഡെമോക്രസി. ഡെമോക്രസിയിൽ അത് എങ്ങനെയാണ്? Then what is the role of member of legislative assembly? Member of legislative assembly MLA എന്നാണ് അതിൻ്റെ റോള്. MLAൻ്റെ അതായത് അസംബ്ലിൻ്റെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLAൻ്റെ റോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് മിനിസ്റ്റേഴ്സും ഹൗ ഡു പീപ്പിൾ എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ ഡിമാൻഡ് ആക്ഷൻ ഫ്രം ഗവൺമെൻറ് എന്നാണ്. ഹൗ ഡു പീപ്പിൾ എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓർ ഡിമാൻഡ്സ് ആക്ഷൻ ഫ്രം ഗവൺമെൻറ്. പീപ്പിൾസ് അവരുടെ ആക്ഷൻസും ഡിമാൻഡ്സും എങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നത്? വി ലുക്ക് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ഹെൽത്ത്. അതെന്താണ്? ഒരു എക്സാമ്പിൾ, ഹെൽത്തിൻ്റെ എക്സാമ്പിളോട് കൂടി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് whose responsibility? ആരുടെ റെസ്പോൺസിബിലിറ്റി? Hey, look at this. It says that there is a water shortage in our state and people are falling sick. എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നല്ല വാട്ടർ ഷോർട്ടേജിൻ്റെ പ്രോബ്ലം ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. പീപ്പിൾസിനൊക്കെ എന്താണ് ഫാളിങ് സിക്ക്, നല്ല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇൻ മെനി വില്ലേജസ് പീപ്പിൾ വേർ ഫൗണ്ട് ടു ബി ഡ്രിങ്കിങ് അൺക്ലീൻ വാട്ടർ. Streams have dried up and so have tanks. In the work affected areas, villages have been carrying water across great distances. എന്താ പറയുന്നത്? വില്ലേജസിലൊക്കെ എന്താണ് ഒരുപാട് വാട്ടർ ഷോർട്ടേജ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് കൊണ്ട് എന്താണ് പീപ്പിൾസ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ? സ്ട്രീംസ് ഹാവ് ഡ്രൈഡ്. സ്ട്രീംസൊക്കെ ഡ്രൈ ആയി. ആൻഡ് ടാങ്ക്സ് എന്താ പറയുക ടാങ്ക്സും അതുപോലെ സ്ട്രീംസൊക്കെ ഡ്രൈ ആയി. പിന്നെ വില്ലേജസിൽ വാട്ടർ കിട്ടാൻ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ പോയി കളക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. പീപ്പിൾ അറ്റ് ദി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പത്തൽപുരം റിസീവ് വാട്ടർ സപ്ലൈ ഓൺ ദി 3 days. അപ്പോൾ എന്താ പീപ്പിൾസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോയിട്ട് അങ്ങനെ എന്താണ് വാട്ടർ സപ്ലൈ
3 ഡേയ്സിൽ കിട്ടും. ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഹെർ ഈസ് ഓൺ ഫ്ലോയിങ് വിത്ത് പേഷ്യൻസ്. ഇപ്പം എന്താ വെള്ളം കിട്ടാഞ്ഞിട്ട് പേഷ്യൻസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. എ ലാർജ് നമ്പർ ഓഫ് വൂം ആർ ചിൽഡ്രൻ ഓർ അക്യൂറ്റഡ് ഡയറോഹ. അതായത് ഡയറോഹ മീൻസ് വയറിളക്കല്ലേ, ആ അസുഖം വന്നിട്ട് പീപ്പിൾസൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തുടങ്ങി. ഓൺ ദ TV ന്യൂസ് ദേ സെഡ് 10 people have died from ഡയറോഹ. അപ്പം എന്താ 10 people died from ഡയറോഹ. Can one really did from it? Who know? Just hope don't get it. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? That afternoon my mother said not to have any acid drink from the market. She gave one of her lectures the morning. You have to go be responsible your health shame. എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ? സ്റ്റോപ്പ്. അപ്പം അത് പറഞ്ഞ് മദർ പറഞ്ഞിട്ടുണ്ട് എന്ത്, മാർക്കറ്റിൽ നിന്നൊന്നും വെള്ളം വാങ്ങി കുടിക്കരുത്. പിന്നെന്താ, വൺ ഗെറ്റ് ലെക്ചർ ഇൻ മോർണിംഗ്. യു ഹാവ് റെസ്പോൺസിബിൾ ഫോർ അവർ ഹെൽത്ത്. നമ്മളെ ഹെൽത്തിൽ എന്താണ്, നമ്മൾ റെസ്പോൺസിബിൾ ആവണം. പിന്നെ അങ്ങനെ അവർ പോകുന്നതിനിടയ്ക്ക് എന്താണ്, സഡൻലി സ്റ്റോപ്പ് പറഞ്ഞു. എന്താണ് പറയാണ്, ദിസ് റോഡ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു ദ റാലി ദേ ഹാവ് ഗോഡ് ടു MLA റെസിഡൻസ്. അപ്പം എന്താ, ഒരു MLA റെസിഡൻസിൻ്റെ അടുത്ത് റാലി നടക്കുന്നതുകൊണ്ട് റോഡ് ബ്ലോക്കാണ്. റിയലി? വൈ? ഹാസ് ഡൺ സംതിങ്. എന്തുകൊണ്ട്? ദേ സീൻ മോർ ആംഗ്രി അബൌട്ട് വാട്ട് ഹി ഹാസ് ഡൺ. അപ്പം എന്താണ്, അദ്ദേഹം മോർ ആംഗ്രിയിലാണ്. And we demand that the authorities take immediate action to bring the public health situation under control. Our MLA must take a responsibility for this. ഇപ്പം എന്താ, ആ വില്ലേജിൽ ഭയങ്കര സിറ്റുവേഷൻ ആണല്ലേ, വാട്ടർ ഷോർട്ടേജ് കൊണ്ട്. അപ്പം ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. MLA അടുത്ത് അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എന്ന് പറയാണ്. വാട്ട് എ ലൗഡ് വോയിസ് ഹാസ് ഹി, മസ്റ്റ് ബി എ ലീഡർ ഓർ സംതിങ്. അപ്പം എന്താ, അദ്ദേഹം നല്ല വോയിസിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ്, എ ലീഡർ ഓർ സംതിങ്. അദ്ദേഹം മേ ബി എന്തായിരിക്കും, ഒരു ലീഡർ ആയിരിക്കും. ഐ സോ ഹിം ഓൺ TV too. അപ്പം എന്താ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ TV കണ്ടിട്ടുണ്ട്. ഹി ഈസ് എ മെമ്പർ ഓഫ് ദി ഓപ്പോസിഷൻ. അദ്ദേഹം എന്താണ്, ഓപ്പോസിഷനിലുള്ളൊരു മെമ്പറാണ്. ഓക്കെ. അപ്പോൾ സ്റ്റോറിയിൽ കോൺവെർസേഷനിൽ എന്താണ് പറഞ്ഞത്, വില്ലേജിലുള്ള വാട്ടർ പ്രോബ്ലം പറഞ്ഞു. ആ വാട്ടർ പ്രോബ്ലം കൊണ്ട് പീപ്പിൾസിനുണ്ടാവുന്ന പ്രോബ്ലംസ് അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഓപ്പോസിഷനിലുള്ള പാർട്ടിയിലുള്ള എന്താണ്, ഒരു ലീഡർ ലൗഡ്ലി ആംഗ്രി ചെയ്ത് സംസാരിക്കുന്നതും പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഇത് പറയുന്നത്, അപ്പോൾ MLA പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, ഹൂ ഈസ് ആൻ MLA? In the above section, you read about some events in Pathalpuram. You may be familiar with some official names such as collector, medical officer, etc. എന്താ, മുകളിലെ സെക്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, റീഡ് ചെയ്തത്, ഇവൻറ്റ്സ് ഓഫ് ഇൻ പത്തൽപുരം അല്ലേ. പത്തൽപുരത്തിലെ ഒരു ഇവൻ്റാണ്. അതിലെന്ത് പറഞ്ഞു, ഫെമിലിയർ ആയിട്ടുള്ള കുറേ നെയിംസ് പറഞ്ഞു അല്ലേ. അതിൽ ഫസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കളക്ടർ, മെഡിക്കൽ ഓഫീസർ, അങ്ങനെ ഒരുപാട് നെയിംസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഹാവ് യു ഹേർഡ് ഓഫ് ആൻ MLA ഓൺ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? ബട്ട് MLA അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡു യു നോ ദ MLA ഓഫ് അവർ ഏരിയ? ഹു ഈസ് അവർ MLA? നിങ്ങൾക്കറിയോ? ഡു യു നോ ദ MLA ഓഫ് യുവർ ഏരിയ? ഹു ഈസ് അവർ MLA? Yes, MLA TV Ibrahim. Can you identify which party she or he belongs to? നമ്മുടെ MLA TV ഇബ്രാഹിം ഏത് പാർട്ടിയിലുള്ള ആളാണ്? നിങ്ങൾക്കറിയോ? ഡു യു നോ ദാറ്റ്? യെസ്, ലീഗ് പാർട്ടി അല്ലേ, മുസ്ലിം ലീഗ്. ആർ യു നോ ദാറ്റ്? മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLAൻ്റെ ഫുൾ നെയിം Members of the Legislative Assembly. MLA, Members of the Legislative Assembly, are elected by the people. They become members of the Legislative Assembly and also form government. Members of Legislative Assembly, MLA, are elected by the people. ആരാണ് MLAസിനെ എലക്ട് ചെയ്യുന്നത്? elected by the പീപ്പിൾസ് ആണ്
എലക്ട് ചെയ്യുന്നത്. ദേ ദെൻ ബിക്കം മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ആൾസോ ഫ്രം ദി ഗവൺമെൻറ്. അങ്ങനെ എലക്റ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ആൾസോ ഫോം ദി ഗവൺമെൻറ്. അങ്ങനെ അവർ ഗവൺമെൻറ് ഫോം ചെയ്യും. നോക്കൂ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പത്തൽപുരം? എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് പത്തൽപുരം? യെസ്, പത്തൽപുരം has faced water shortage. Water shortage problem faced in the peoples in Patalpuram. Why is the problem serious? Large number of people and children are act to Daroha. What action do you think can be taken about situation and why do you think should take this action? ഇങ്ങനെയാണ് നമുക്കാണ് ഇങ്ങനൊരു ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുക? എന്തായിരിക്കും ആക്ഷൻ എടുക്കുക? ഡിസ്കസ് ചെയ്യൂലേ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതോറിറ്റീസിൽ അതുപോലെ ഗവൺമെൻറ് പ്ലേസസിലൊക്കെ ചെന്ന് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കും. അങ്ങനെ ആ വാട്ടർ ഷോർട്ടേജ് പ്രോബ്ലം നമ്മൾ എന്ത് ക്ലിയർ ചെയ്യും, മോർ ഹെൽത്തി ഡ്രിങ്ക്സ് അവൈലബിൾ ആക്കും. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യൂലേ. ദെൻ നമ്മളെന്ത് പറഞ്ഞു? മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്റ്റഡ് പീപ്പിൾസ് എലക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അവർ മെമ്പേഴ്സായി ഗവൺമെൻറ് ഫോം ചെയ്യും. ഇൻ ദിസ് വേ വി സേ ദാറ്റ് ദ MLAs റെപ്രസെൻറ്റ് പീപ്പിൾസ്. അപ്പം എന്താണ്? MLA ആരാണ്? റെപ്രസെൻറ്റ് പീപ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എത്തുന്ന ആളാണ് MLA. The example below will help us understand this better. അപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ. എവറി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഓൾ സ്റ്റേറ്റിലും എന്താണ്? എവറി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ ഇന്ത്യ എന്താണ്? അവർ കൺട്രി അല്ലേ. അവർ കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ എല്ലാ ഫുൾ സ്റ്റേറ്റിലും എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരിക്കും. ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയാസ് ഓർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പോൾ എന്താ? ഓരോ സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് ആക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദി മാപ്പ് ബിലോ. It shows that the state of Himachal Pradesh is divided into 68 assembly constituencies. എന്താ പറയുന്നത്? The state of Himachal Pradesh is colored in purple in the above thumbnail map of India. The Himachal Pradesh divided Himachal Pradesh is divided into 68 assembly constituencies. How many assembly constituencies? 68 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലെ എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്? 68 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഹിമാചൽ പ്രദേശ് എന്ന ആ ഒരു സ്റ്റേറ്റിനെ മാത്രം 68 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. From each constituency, the people elect one representative who then becomes a member of legislative assembly. അപ്പോൾ എന്താ? ഈച്ച് പ്ലേസ്, ഓരോ പ്ലേസിൽ നിന്നും ഒരു പീപ്പിൾ എന്താണ്? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്, ഒരു പീപ്പിള് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് എലക്ട് ചെയ്യും. ആ ആളെന്ത് ചെയ്യുന്നത്? ബിക്കം എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തുന്നുണ്ട്. A member of the legislative assembly. You would have noticed that people stand for election in the names different parties. These MLAs therefore belong in different political parties. അപ്പോൾ ഈ MLAs എങ്ങനെ വരുന്നത്? പീപ്പിൾസ് അല്ലേ. പീപ്പിൾസ് എലക്ട് ചെയ്യാണ്. എലക്റ്റഡ് ഡിഫറെൻറ്റ് പാർട്ടീസിലുള്ള MLA സ്ഥാനത്തിനല്ലേ MLA
എലക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പാർട്ടീസിലുള്ള പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? You would have noticed that people stand for election in the name of different parties. Thus, MLAs therefore belonging to different political parties. എന്താണ്? ഓരോ പാർട്ടീസിൽ നിന്നും ഓരോ പീപ്പിൾസ് എന്ത് ചെയ്യും? എലക്ഷനിൽ നോട്ടീസ് ചെയ്യും. ആ ആളുകളിൽ നിന്ന് അത് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആളുകളാണ് നോട്ടീസ് ചെയ്യുക. അതിൽ നിന്ന് എന്താ ചെയ്യും? ആ പാർട്ടീസിൽ നിന്ന് ഒരാളെ പീപ്പിൾസാണ് എലക്റ്റഡ് ചെയ്തിട്ട് ബിക്കം MLA ആയി മാറുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊണ്ടോട്ടി അവർ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം. എന്താണ്? നമ്മൾ TV ഇബ്രാഹിമിനെ പീപ്പിൾസ് എലക്ട് ചെയ്തതാണ്. എലക്ഷനിൽ TV ഇബ്രാഹിമിൻ്റെ കൂടെ ഒരുപാട് അതർ പാർട്ടീസിലും ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എലക്ഷനിൽ മത്സരിച്ചു. ആ മത്സരിച്ചതിന് എന്താണ്? പീപ്പിൾസ് വോട്ട് ചെയ്യൂലേ? വോട്ടിൽ പീപ്പിൾസ് എന്ത് ചെയ്യും? വോട്ട് ചെയ്തിട്ട് TV ഇബ്രാഹിമിനെ എലക്ട് ചെയ്തു. അങ്ങനെ എലക്ട് ചെയ്താണ്ട് ഹീ ഈസ് ബിക്കം ആൻ MLA അല്ലേ? അദ്ദേഹം എന്തായി? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തി. അങ്ങനെ അവൻ നമ്മുടെ കൊണ്ടോട്ടിയിലെ MLA ആയിട്ട് മാറി. How do people who are MLA become ministers or chief ministers? പിന്നെ ഈ MLA എങ്ങനെയാണ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെ ആവുന്നത്? A political party whose MLAs has won more than half the numbers of constituencies in a state can be said to be in a majority. എന്താണ്? നമ്മുടെ കേരള സ്റ്റേറ്റിൽ അല്ലേ? അവർ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ്സിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണെന്ന് അറിയോ? 140 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിൽ എത്ര മെമ്പേഴ്സാണ്? ഹൗ മെനി മെമ്പേഴ്സ് ഇൻ അവർ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി? യെസ്, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാസ് 140 members. 140 members in Kerala Legislative Assembly. Then, അപ്പോൾ എന്താ പറഞ്ഞത്? ഹൗ ഡു പീപ്പിൾ ഹൂ ആർ MLA ബിക്കം മിനിസ്റ്റേഴ്സ് ഓർ ചീഫ് മിനിസ്റ്റേഴ്സ്? ഈ MLAs എങ്ങനെയാണ് ഈ മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സൊക്കെ ആവുന്നതെന്ന് ആണ് പറയുന്നത്. അപ്പോൾ അവർ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, ദെൻ അതർ മിനിസ്റ്റേഴ്സ് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, ദെൻ ടൂറിസം, ഒരുപാട് അല്ലേ? അത് എന്താ പറയുക, നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങനെ ഒരുപാട് അതർ മിനിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ആ മിനിസ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് ചീഫ് മിനിസ്റ്ററായിട്ട് പിണറായി വിജയൻ, ദെൻ അതർ എന്താണ് ഒരുപാട് മറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ വകുപ്പിലുമായിട്ട് എന്താണ് ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ഉണ്ട്, ദെൻ ഇൻഡസ്ട്രിയൽ ആയിട്ടല്ലേ? അങ്ങനെ ഒരുപാട് കാറ്റഗറീസിലായിട്ട് നമുക്ക് അതർ മിനിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ. ഈ പൊളിറ്റിക്കൽ പാർട്ടി ഹോസ് MLAs ഹാവ് വൺ മോർ ദാൻ ഹാഫ് ദ നമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ എ സ്റ്റേറ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ എ മെജോറിറ്റി. അപ്പം എന്താണ്? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ MLAs എന്താണ്? വൺ മോർ ദാൻ ഹാഫ് ദ നമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹാഫ് ദ നമ്പേഴ്സും ഏത് പാർട്ടീസിലുള്ള MLAമാരാണോ ഉള്ളത്, അപ്പോൾ അത് എന്ത് ചെയ്യും? ഇൻ എ സ്റ്റേറ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ എ മെജോറിറ്റി. ആ പാർട്ടീസിനായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. എന്താ പറയുന്നത്? അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അല്ലേ? കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ടോട്ടൽ 140 സീറ്റ് ഉണ്ട്. ഈ 140 സീറ്റിൽ എന്താണ്? ഇപ്പോൾ ഞാൻ നമ്മളെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, അവരെന്താണ്? വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി? CPM CPI അല്ലേ? ആ പാർട്ടിയിലുള്ള പിണറായി വിജയൻ ഗവൺമെൻറ് എങ്ങനെയാണ് എലക്റ്റഡ് ആയിട്ട് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സൊക്കെ ആയി വന്നത്? അപ്പം നമ്മൾ 140 അല്ലേ? 140 മെമ്പേഴ്സാണ് നമ്മളെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. 140 മെമ്പേഴ്സിൽ എന്താണ്? സം സീറ്റൊക്കെ റിസർവേഷൻ സീറ്റ് ഉണ്ടായിരിക്കും. ആംഗ്ലോ ഇന്ത്യൻസ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആയിട്ട് റിസർവേഷൻ സീറ്റ് ഉണ്ടായിരിക്കും, ഓൾറെഡി കുറച്ച് സീറ്റ്. ദെൻ എന്താണ്?
ഈ 140 സീറ്റിൽ 140ൻ്റെ ഹാഫ് 71 സീറ്റ് അല്ലേ, ഒരു 70 സീറ്റാണ്. 140ൻ്റെ ഹാഫ് 70. അപ്പോൾ 70 സീറ്റിൽ ഒരു 70 സീറ്റ് 71 സീറ്റൊക്കെ ഏത് പാർട്ടിക്കാണോ കിട്ടിയിട്ടുള്ളത് ആ പാർട്ടിയാണ് ബിക്കം മിനിസ്റ്റേഴ്സും ചീഫ് ആവുന്നത്. അപ്പോൾ ഇപ്പം നമ്മളെ കേരള ഗവൺമെൻറ്റിൽ എന്താണ് ഭരണം നടത്തുന്നത് ഏത് പാർട്ടിയാണ്? കേരള ഗവൺമെൻറ് ഇപ്പോൾ ഉള്ളത് നമ്മളെ CPM CPI പിണറായി വിജയൻ സർക്കാരിലാണ് അല്ലേ. അപ്പോൾ ഈ പിണറായി ഗവൺമെൻറ്റിൽ എന്താണ്, പിണറായി വിജയൻ സാറിൻ്റെ ഗവൺമെൻറ്റിലായിരിക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്നത് ടോട്ടൽ 140 സീറ്റിൽ 70 സീറ്റ് 70 എബോവ് സീറ്റോ കിട്ടിയിട്ടുള്ളത് ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിയാണ് ആ വർഷം എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മെജോറിറ്റി കിട്ടിയ പാർട്ടി അല്ലേ. അപ്പോൾ അവരായിരിക്കും MLA 1 more half numbers in state can be set to in majority. The political party that has the majority is called ruling party. അപ്പം എന്താണ്, അവരായിരിക്കും ആ റൂളിംഗ് പാർട്ടി. കാരണം മെജോറിറ്റി കിട്ടിയ ആളുകളുള്ളത് ഏത് പാർട്ടിക്കാണോ അവരാണ് ആ 5 ഇയേഴ്സ് ആ സ്റ്റേറ്റ് റൂൾ ചെയ്യുക, അങ്ങനെ ആ ഭരിക്കുന്നത്. ആ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? മെജോറിറ്റി. The political party that has the majority called the ruling party and all other members are called opposition. മറ്റ് അത് എന്താ പറയുക, 140 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. എങ്ങനാലും 140 മെമ്പേഴ്സ് നമ്മളെ കേരള മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 140 മെമ്പേഴ്സ് ഉണ്ട്. ആ 140 മെമ്പേഴ്സിൽ 70 മെമ്പേഴ്സും 70 എബോവ് മെമ്പേഴ്സും ഏത് പാർട്ടിയിലാണോ ഉള്ളത് ആ പാർട്ടിയിലുള്ള ഉള്ളവർ MLA-മാരാണ് എന്ത് ചെയ്യുക, റൂളിംഗ് പാർട്ടി. റൂൾ ചെയ്യൽ ആ പാർട്ടിയിലുള്ള MLAs ആണ്. അപ്പോൾ അല്ലേ 140ൽ 70, ഇപ്പോൾ 71 മെമ്പേഴ്സ് ഒരു പാർട്ടിയിൽ നിന്ന് എലക്റ്റഡ് ചെയ്തെന്ന് വിചാരിക്കുക. ബാക്കി 69 അല്ലേ, 69ൽ ഓൾറെഡി റിസർവേഷൻ ഉള്ളതുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ളവരെന്താണ്, അവരും MLA-മാരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ TV ഇബ്രാഹിം, നമ്മുടെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം എന്താണ്, റൂളിംഗ് പാർട്ടിയിലുള്ള ആളാണോ? അല്ല. കാരണം പിണറായി സർക്കാരിലുള്ള ആളല്ല. എങ്കിലും അദ്ദേഹം എന്താണ്, ദ പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഹാസ് ദ മെജോറിറ്റി ഈസ് കോൾഡ് ദ റൂളിംഗ് പാർട്ടി ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ആർ കോൾഡ് ഒപ്പോസിഷൻ. ഇടതുപക്ഷം എന്ന് പറയും അല്ലേ, കേട്ടിട്ടുണ്ടോ? ഡു ഹിയർ ദാറ്റ്? ഇടതുപക്ഷം, ഒപ്പോസിഷൻ അല്ലേ. അപ്പോൾ റൂളിംഗ് പാർട്ടിയിലുള്ള അല്ലാതെ ബാക്കി MLAs ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതിലാണ്? ഒപ്പോസിഷൻ. For example, the Legislative Assembly of the state of Himachal Pradesh has 68 MLA constituencies. എന്താണ്? 68 MLA constituencies ആണ് ഹിമാചൽ പ്രദേശിൽ ഉള്ളത്. നോക്കൂ, റിസൾട്ട് ഓഫ് അസംബ്ലി ഇലക്ഷൻ ഇൻ ഹിമാചൽ പ്രദേശ് ഇൻ 2017 റിസൾട്ട് ഹിമാചൽ പ്രദേശിലെ എലക്ഷൻ റിസൾട്ടാണുള്ളത്. പൊളിറ്റിക്കൽ പാർട്ടി നമ്പർ ഓഫ് MLA വാസ് സെലക്റ്റഡ് കേട്ടോ. BJP ഭാരതീയ ജനതാ പാർട്ടി BJPയിൽ MLAs 44. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയിൽ MLAs എലക്റ്റഡ് ആയത് 21. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1. ഇൻഡിപെൻഡൻസ് ഹൂ ഡൺ ബിലോങ് ടു എനി പാർട്ടി, ഒരു പാർട്ടിയിലും ഇല്ലാതെ സ്വതന്ത്രനായി നിൽക്കുക എന്ന് പറയില്ലേ, ഇൻഡിപെൻഡൻ്റ് ആയി നിന്നിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള MLAs 2. അപ്പോൾ BJP 44 MLAs ആണ് എലക്റ്റഡ് ആയിട്ടുള്ളത് ഇലക്ഷനിൽ. അതിൽ INC 21, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിൽ 1ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 2. അങ്ങനെ ടോട്ടൽ 68 MLAs എന്ത് ചെയ്തു ഹിമാചൽ പ്രദേശിൽ ആ 2017 എലക്ഷനിൽ എലക്റ്റഡ് ആയി. Candidates from various political parties won the 2017 assembly election and became MLAs. എന്താ
2017 ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള MLAs നിന്നു. അതിൽ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോ MLA elected ആയി. Since the total number of MLA in legislative assembly is 68. അപ്പം എന്താ ഓൾ MLAസും കൂടിയിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ടോട്ടൽ ഹൗ മെനി MLAs ടോട്ടൽ 68 MLA അല്ലേ, 68 MLAs ഉണ്ട്. A political party would need to have more than 34 MLA in order to get a majority. അപ്പം എന്താണ് 68ൻ്റെ പകുതി എന്താണ് 34. അപ്പോൾ 34 അതിൽ എബോ കിട്ടിയത് ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിയിലുള്ളവരാണ് മെജോറിറ്റി വരിക. അപ്പോൾ ലുക്ക് ദിസ് ബോക്സ് ഫസ്റ്റ് BJP നമ്പർ ഓഫ് MLAs എലക്റ്റഡ് 44 MLAs എന്ത് ചെയ്യുന്നുണ്ട് BJPയിൽ എലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ 34 വേണം അല്ലേ, 68ൻ്റെ ഹാഫ് 34 MLAs ഉള്ളത് 34 വേണം എന്താ ചെയ്യാൻ റൂൾഡ് പാർട്ടി കിട്ടാൻ. അപ്പോൾ 34 MLA ഇൻ ഗെയിൻ എന്നെ മെജോറിറ്റി. അപ്പം മെജോറിറ്റി ഉണ്ടായിട്ട് റൂളിംഗ് പാർട്ടി ആവണമെങ്കിൽ എന്താണ് 34 MLAs എങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഉണ്ടെങ്കിൽ പാർട്ടിക്ക് റൂളിംഗ് പാർട്ടി ആവാൻ സാധിക്കുള്ളൂ. ദ ഭാരതീയ ജനതാ പാർട്ടി with 44 MLA had the majority and it become ruling party. അപ്പോൾ എന്താണ് 34 members എങ്കിലും വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഹിമാചൽ പ്രദേശിൽ 44 members കിട്ടിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അപ്പോൾ അവരാണ് മെജോറിറ്റി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു 44 MLA മെജോറിറ്റി ആൻഡ് ബിക്കം എ റൂളിംഗ് പാർട്ടി. അങ്ങനെ അവരാണ് ഭരണപക്ഷം അല്ലേ, റൂളിംഗ് പാർട്ടി ആയിട്ട് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആൻഡ് ഓൾ അതർ MLA ബിക്കം ദ ഓപ്പോസിഷൻ. അപ്പം എന്താണ് റൂളിംഗ് പാർട്ടി ആയിട്ട് BJP എത്തിയെങ്കിലും പിന്നെ INC, മാർക്സിസ്റ്റ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ എലക്റ്റഡ് ആയിട്ടുള്ള MLAs ഉണ്ട് അല്ലേ. 24 members എന്താണ് ഓൾറെഡി എലക്റ്റഡ് ആയിട്ടുള്ള ബാക്കി മെമ്പേഴ്സ് ഉണ്ട്. അവരെന്താ പറയുക അതർ MLA ബിക്കം ദ ഓപ്പോസിഷൻ. ഓപ്പോസിഷനിലുള്ള ഇടതുപക്ഷ ഉള്ള ആളുകളായിട്ടാണ് ബാക്കി MLAസിനെ പറയുക. In this case, the Indian National Congress INC was the majority opposition party. അതിലെന്താണ് ഒപ്പോസിഷനിൽ തന്നെ എന്താണ് INC ആണ് അല്ലേ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് MLAs ഉള്ള ഒപ്പോസിഷൻ പാർട്ടി. കാരണം ഇത് ഭാരതീയ ജനതാ BJP 44 കിട്ടിയ റൂളിംഗ് പാർട്ടിയായി. ദെൻ INC ആണ് നെക്സ്റ്റ് 21 MLAs ഉള്ളത് INCയിലാണ്. ദെൻ മാർക്സിസ്റ്റിൽ 1ഉം ഇൻഡിപെൻഡൻറ്റ് 2 ആണ്. അപ്പോൾ എന്താണ് ഈ INC, മാർക്സിസ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് അവരൊക്കെ ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളുകളാണ്. സിൻസ് ഇറ്റ് ഹാഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് MLA ആഫ്റ്റർ ദ BJP കഴിഞ്ഞാൽ ലാർജസ്റ്റ് MLAs ഉള്ളത് ഏത് പാർട്ടിയിലാണ് വിച്ച് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയിലാണ് നെക്സ്റ്റ് ലാർജസ്റ്റ് MLAs ഉള്ളത്. ഹൗ മെനി നമ്പേഴ്സ് 21 MLAs. Among the opposition were other party including those who had been elected as independent candidates. After the election, the MLAs become to a ruling party will elect their leader who will become the chief minister. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഓൾറെഡി റൂളിംഗ് പാർട്ടി ആയിട്ട് നമ്മൾ BJP പാർട്ടി എലക്റ്റഡ് ആയി. ആ പാർട്ടിയിൽ നിന്ന് തന്നെ എന്താണ് MLAs റൂളിംഗ് പാർട്ടിയിൽ നിന്ന് അവർക്കൊരു ലീഡറെ എലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ലീഡറെ എലക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്താവും ബിക്കം എ ചീഫ് മിനിസ്റ്റർ. ഇൻ ദ കേസ് ദ BJP MLA ചൂസ് ശ്രീ ജയറാം താക്കൂർ ആസ് their leader and he become the chief minister. അപ്പോൾ എന്താണ് റൂളിംഗ് ഓൾറെഡി ഹിമാചൽ പ്രദേശിൽ റൂളിംഗ് പാർട്ടി ആയിട്ട് 44 സീറ്റിൽ കയറിയ BJP ഓൾറെഡി റൂളിംഗ് പാർട്ടി ആയിട്ട് വന്നു. ആ 44 MLAs എന്താണ് ഒരു MLA അവരെന്ത് ചെയ്യും എലക്ട് ചെയ്തിട്ട് അവരുടെ മെജോറിറ്റി റൂളിംഗ് പാർട്ടിയുടെ ലീഡറാക്കും. അപ്പോൾ ആ ഒരു ലീഡറാക്കുന്ന ആളാണ്
ചീഫ് മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി ഇല്ലേ, ചീഫ് മിനിസ്റ്റർ ആക്കുന്നത് ആ ഒരാളായിരിക്കും. അപ്പോൾ BJP MLAയിൽ എന്താണ് ശ്രീ ജയറാം താക്കൂറാണ് ആസ് ദ ലീഡർ ആൻഡ് ഹി ബിക്കം ദ ചീഫ് മിനിസ്റ്റർ. ദ ചീഫ് മിനിസ്റ്റർ ദെൻ സെലക്ട് അതർ പീപ്പിൾ ആസ് മിനിസ്റ്റേഴ്സ്. പിന്നെ ഈ 44 തന്നെ ദ ചീഫ് മിനിസ്റ്റർ ദെൻ സെലക്ട് അതർ പീപ്പിൾ ആസ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ചീഫ് മിനിസ്റ്ററാണ് ബാക്കി MLAസിൽ നിന്ന് മിനിസ്റ്റേഴ്സ് ഓരോ ഒന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എലക്ട് ചെയ്തു. ഇറ്റ് ഈസ് ദ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഹൂ അപ്പോയിൻറ്റ് ദി ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. അപ്പോൾ എന്താണ് അവ സ്റ്റേറ്റ് ഗവർണർ ഉണ്ടാവുമല്ലോ, ഗവർണർ അവരൊക്കെ അപ്പോയിൻ്റ് ചെയ്യൽ ചീഫ് മിനിസ്റ്ററും അതർ മിനിസ്റ്റേഴ്സും ആണ്. ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റണ്ണിങ് വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് ചീഫ് മിനിസ്റ്റർക്കും പിന്നെ ബാക്കി മിനിസ്റ്റേഴ്സിന് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓഫ് റണ്ണിങ് വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ മിനിസ്റ്റേഴ്സ്. ബാക്കി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ചീഫ് മിനിസ്റ്റർക്കും അതർ മിനിസ്റ്റേഴ്സിനുമാണ്. ദേ ഹാവ് സെപ്പറേറ്റ് ഓഫീസസ്. എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് എ പ്ലേസ് വേർ ആൾ കോൾ MLAs. എന്താണ് അവർക്ക് സെപ്പറേറ്റ് ഓഫീസസ് ഉണ്ടാവും. ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടാതെ MLAസിന് സെപ്പറേറ്റ് ഓഫീസസ് ഉണ്ടാവും. വെദർ ഫ്രം ദ റൂളിംഗ് പാർട്ടി ഓർ ഫ്രം ഓപ്പോസിഷൻ മീറ്റ് ഡിസ്കസ് വേരിയസ് തിങ്സ്. അപ്പം എന്താണ് മെജോറിറ്റി പാർട്ടീസും ഒപ്പോസിഷനിലുള്ളവരും എന്താണ് ഒരുപാട് ഓരോ കാര്യങ്ങൾ ഡിസ്കഷനൊക്കെ ഉണ്ടാവില്ല, അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുക. സം MLA ഹാസ് ഡുവൽ റെസ്പോൺസിബിലിറ്റി. ചില MLAസിന് എന്താണ് 2 ഡുവൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. വൺ ആസ് ആൻ MLA ആൻഡ് ദ അതർ ആസ് എ മിനിസ്റ്റർ. ചിലപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഒരാൾ MLAയും ആയിരിക്കും, പിന്നെന്താണ് ഒരു മിനിസ്റ്ററും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള സ്റ്റേറ്റിൽ 140 സീറ്റാണുള്ളത്. 140ൽ 71 സീറ്റെങ്കിലും മിനിമം കിട്ടിയെങ്കിലാണ് റൂളിംഗ് പാർട്ടി ആവുക. ആ റൂളിംഗ് പാർട്ടി ആകുമ്പോൾ എന്താണ് 140ൽ 71 കിട്ടി ഒരു പാർട്ടി റൂളിംഗ് പാർട്ടി ആയപ്പോൾ ബാക്കി MLAs ഒക്കെ എന്താണ് ഒപ്പോസിഷൻ പാർട്ടിയിലാണ് വരുന്നത്. പിന്നെ റൂളിംഗ് പാർട്ടിയിൽ തന്നെ ഇപ്പം നമ്മളെ പിണറായി വിജയൻ സർക്കാരിൻ്റെ റൂളിംഗ് പാർട്ടി വന്നപ്പോൾ ആ റൂളിംഗ് പാർട്ടിയിൽ ഒരുപാട് MLAs ഉണ്ട്. ആ MLAs എന്ത് ചെയ്യും? അവരിൽ നിന്ന് ഒരു ലീഡറെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത ലീഡറാണ് പിണറായി വിജയൻ സാറ്. അപ്പോൾ എന്താണ് അങ്ങനെ അവർ സെലക്ട് ചെയ്തു. ആ MLA എന്താണ് ബിക്കം എ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവും. അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ സാർ അവർ ചീഫ് മിനിസ്റ്ററായി മാറി. ദെൻ എന്താണ് പിന്നെ ബാക്കി MLAസിൽ നിന്ന് ഓരോ മിനിസ്റ്റേഴ്സിനെ ചീഫ് മിനിസ്റ്റർ സെലക്ട് ചെയ്യും. ചിലപ്പോൾ എന്താണ് ഒരു മിനിസ്റ്റർക്ക് MLA ഡ്യൂട്ടി ഉണ്ടാവും, മിനിസ്റ്റർ ഡ്യൂട്ടി ഡ്യുവൽ ഡ്യൂട്ടി ചിലപ്പോൾ ഒരു മിനിസ്റ്റർക്ക് ഉണ്ടാവും. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? Today we are discussing about the 3rd chapter in our politics, how the state government works. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വർക്ക്സിനെ 3 ലെവലായിട്ട് ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ, സ്റ്റേറ്റ്, നാഷണൽ. ലോക്കൽ ഓൾറെഡി നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ MLAൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞു, പിന്നെ MLAനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, പിന്നെ മെജോറിറ്റി എന്താണെന്നും ഒപ്പോസിഷൻ എന്താണെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കേരള സ്റ്റേറ്റൊക്കെ ഫോർ എക്സാമ്പിളാക്കി നമ്മൾ പറഞ്ഞു. പിന്നെ ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, പിന്നെ ബിക്കം എ റൂളിംഗ് പാർട്ടി വരുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് ക്ലാസ് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ബൈ.